സംസ്ഥാനത്ത് SSLC പരീക്ഷ അവസാനിച്ചു. ഇനി റിസൾട്ടിനായുള്ള കാത്തിരിപ്പ്. ഏപ്രിൽ 16 മുതലാണ് മൂല്യനിർണ്ണയം ആരംഭിക്കുക. മെയ് 8-നാണ് ഫലപ്രഖ്യാപനം. ഈ മാസം 5-നാണ് SSLC പരീക്ഷ തുടങ്ങിയത്. പരീക്ഷകൾക്കിടയിൽ ഇടവേളകളുള്ളത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരു പരിധിവരെ ആശ്വാസമായിരുന്നു. അവസാന ദിവസത്തെ പരീക്ഷ ബയോളജിയായിരുന്നു. പരീക്ഷകളെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ഭാവി പ്രതീക്ഷകളും വിദ്യാർത്ഥികൾ പങ്കുവച്ചു. എക്സാം കുഴപ്പമില്ലായിരുന്നു. ഇന്ന് ബയോളജി ആയിരുന്നു ലാസ്റ്റ് ദിവസം. ബയോളജി എളുപ്പമായിരുന്നു. പൊതുവെ കെമിസ്ട്രി ഒക്കെയാണ് ഒരു പാടുള്ള വിഷയമായിട്ട് തോന്നിയത്. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു, എളുപ്പമായിരുന്നു എക്സാം. നെക്സ്റ്റ് ഇനിയും അഡ്മിഷൻ എടുക്കണം, പിന്നെ സബ്ജക്റ്റ് തീരുമാനിച്ചില്ല, നോക്കണം. ഞങ്ങൾ ഈ സ്കൂൾ വിട്ട് പോവുകയാണ്, അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. സെൻഡ് ഓഫ് പരീക്ഷയ്ക്ക് മുമ്പ് നടത്തിയായിരുന്നു, കാരണം എല്ലാ ടീച്ചേഴ്സിനും ഒരുമിച്ച് വരണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നേരത്തെ നടത്തിയായിരുന്നു. പരീക്ഷകൾ പൊതുവെ എളുപ്പമായിരുന്നുവെന്നാണ് അധ്യാപകരുടെയും അഭിപ്രായം. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരീക്ഷകളും നന്നായി കുട്ടികൾക്ക് എഴുതാൻ സാധിച്ചു. പരീക്ഷകൾ പൊതുവെ എളുപ്പമായിരുന്നു എന്നാണ് കുട്ടികളുടെ അഭിപ്രായം. അവസാന ദിവസം വിദ്യാർത്ഥികളുടെ ആഹ്ലാദ പ്രകടനം അതിരുകടക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ രക്ഷിതാക്കൾ വന്ന് വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഏപ്രിൽ 16 മുതലാണ് മൂല്യനിർണ്ണയം ആരംഭിക്കുക. നേരത്തെ ഏപ്രിൽ 6 മുതൽ 25 വരെ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂല്യനിർണ്ണയ തീയതികൾ പുനഃക്രമീകരിക്കുകയായിരുന്നു. മെയ് 8-നാണ് ഫലപ്രഖ്യാപനം. ഇനി റിസൾട്ടിനായുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.